ബീഹാറിലെ മോതിഹാരിൽ നടന്ന വോട്ടർ അധികാർ യാത്രയിൽ സംസാരിക്കവെയാണ് കോൺഗ്രസ് നേതാവിന്റെ പരാമർശം. വോട്ടുകൊള്ള താൻ തെളിവ് സമേതം പുറത്തു കൊണ്ടുവന്നതോടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് പേടിയാണെന്ന് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി. വോട്ടർ മോഷണം പിടിക്കപ്പെട്ടതിനാൽ ഇനി രക്ഷപ്പെടാനാവില്ലെന്ന് പ്രധാനമന്ത്രി മനസ്സിലാക്കിയെന്നും അതിനാലാണ് അദ്ദേഹം മൗനം പാലിക്കുന്നതെന്നും രാഹുൽ ഗാന്ധി ആരോപിച്ചു. ബീഹാറിലെ മോതിഹാരിൽ നടന്ന വോട്ടർ അധികാർ യാത്രയിൽ സംസാരിക്കുകയാണ് കോൺഗ്രസ് നേതാവിന്റെ പരാമർശം. വോട്ടുകൊള്ള ഭരണഘടനയ്ക്ക് എതിരായ ആക്രമണമാണെന്നും അത് താൻ അനുവദിക്കില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. താൻ അദ്ദേഹത്തിന്റെ വോട്ടുകൊള്ള കൈയോടെ പിടിച്ചതിനാലാണ് അദ്ദേഹം മൗനം പാലിക്കുന്നത്. എന്നാൽ ബീഹാറിലെ ജനങ്ങൾ അദ്ദേഹത്തിന്റെ ആത്മവിശ്വാസം തകർത്തു കളഞ്ഞെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു. വോട്ടുകൊള്ളയാണെന്ന് പറയരുതെന്ന് ചില BJP MPമാർ തന്നോട് പറയുന്നുണ്ടെന്നും ഈ അമ്പ് തീർച്ചയായും ലക്ഷ്യത്തിലെത്തുമെന്നും രാഹുൽ ഗാന്ധി അഭിപ്രായപ്പെട്ടു. താൻ ഏതു വിഷയത്തെയും ആഴത്തിൽ സമീപിക്കുകയും കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബാംഗ്ലൂർ നോർത്ത് മണ്ഡലത്തിലെ മഹാദേവപുരയിൽ മാത്രമല്ല വോട്ട് മോഷണം നടന്നതെന്നും രാജ്യം മുഴുവൻ നടന്നിട്ടുണ്ടെന്നും താൻ തെളിയിക്കും. മഹാരാഷ്ട്രയിലും ഹരിയാനയിലും മധ്യപ്രദേശിലുമുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ വോട്ടർ കൊള്ള നടന്നു. അതിപ്പോൾ ബീഹാറിലും നടപ്പിലാക്കാൻ ശ്രമിക്കുകയാണ് മോദി, രാഹുൽ ഗാന്ധി പറഞ്ഞു. RJD നേതാവ് തേജസ്വി യാദവും BJPക്കെതിരെ വിമർശനവുമായി രംഗത്തെത്തി. BJP കേവലം ആളുകളുടെ വോട്ട് മോഷ്ടിക്കുക മാത്രമല്ലെന്നും OBC, OEC, ദലിത്, ആദിവാസി തുടങ്ങിയ ആദിവാസി വിഭാഗങ്ങളുടെ വ്യക്തിത്വം തന്നെ തുടച്ചു നീക്കുകയാണെന്നും തേജസ്വി യാദവ് ആരോപിച്ചു. ലാലു പ്രസാദ് യാദവിന്റെ മകനായതിൽ തനിക്ക് അഭിമാനമുണ്ടെന്നും ബീഹാറിൽ സാമൂഹ്യ ഉന്നമനത്തിന് തുടക്കം കുറിച്ചത് തന്റെ പിതാവാണെന്നും അദ്ദേഹം പറഞ്ഞു. 1990-കൾക്ക് മുമ്പ് സംസ്ഥാനത്തെ പിന്നോക്ക വിഭാഗക്കാരുടെ അവസ്ഥ വളരെ മോശമായിരുന്നു. എന്നാൽ ലാലു പ്രസാദ് അധികാരത്തിൽ വന്നതോടെ അവരുടെ മോശമായ പെരുമാറൽ ആരും ധൈര്യം കാണിച്ചില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇപ്പോൾ പിന്നോക്ക വിഭാഗക്കാരിൽ നിന്നും പോലും മുഖ്യമന്ത്രിമാരുണ്ടാവുന്നു. സതീഷ് കുമാർ മുഖ്യമന്ത്രിയായത് ലാലു പ്രസാദിന്റെ പ്രയത്നത്തിന്റെ ഭാഗമാണെന്നും അദ്ദേഹം പറഞ്ഞു. രാജ്യത്ത് രാജവാഴ്ച കൊണ്ടുവരാനാണ് BJP ശ്രമിക്കുന്നത്. ജനങ്ങൾക്ക് രാജവാഴ്ച വേണോ, ജനാധിപത്യം വേണോ എന്ന് തേജസ്വി ചോദിച്ചു. അടുത്ത തെരഞ്ഞെടുപ്പ് നിതീഷ് കുമാറിന്റെ അവസാന തെരഞ്ഞെടുപ്പ് ആവുമെന്നും അദ്ദേഹം ഇനിയും മുഖ്യമന്ത്രി സ്ഥാനത്ത് ഇരിക്കില്ലെന്നും തേജസ്വി യാദവ് അവകാശപ്പെട്ടു.